ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മളെ അടുക്കളയിൽ തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് മദ്രസക്ക്. ഞാൻ എപ്പോൾ വിചാരിക്കട്ടോ ഒരു പോണേന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങണം എന്നുള്ളത്. ഈ വീഡിയോ എടുക്കുമ്പം ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രാവിലെ മുതൽ തുടങ്ങുമ്പോഴാണ് കേട്ടോ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. തുടങ്ങുകയാണെങ്കിൽ രാവിലെ അങ്ങോട്ട് തുടങ്ങണം. നമ്മളുടെ ആ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ തുടങ്ങുന്നതാണ് കേട്ടോ എനിക്കൊരിഷ്ടം. ഇനി അതല്ല എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തെ വീഡിയോ അങ്ങനത്തെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ നമുക്ക്. കാരണം രാവിലെ മുതൽ ഉച്ച വരെ തന്നെയാണ് ഏതൊരു സാധാരണക്കാരുടെ ആയാലും അല്ലാത്തവരുടെ ആയാലും വീടുകളിൽ രാവിലെ മുതൽ ഉച്ച വരെ തന്നെയാണ് എന്താ പറയുക എന്തെങ്കിലും കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പം തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ പറഞ്ഞയച്ച് വേഗം ഇപ്പം പിന്നെ സ്കൂളുള്ള ദിവസം കൊണ്ട് രാവിലെ എന്തായാലും സ്കൂൾ തിരക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മളെ ഇരുത്തവും അതും ഇതൊന്നും നടക്കൂല എന്തായാലും. അപ്പം ഞാൻ ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലത്തെ ചായക്കുള്ള കടി. അപ്പോൾ പത്തിരിയും തലേ ദിവസത്തെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പം കറീൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല, കടി മാത്രം ആക്കിയാൽ മതി. ഈ തലേ ദിവസത്തെ കറി കടിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് കടിക്കുള്ള കറീനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തലേന്ന് ഞാൻ ചിക്കൻ വാങ്ങി രാത്രിയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രാവിലത്തെ കടിക്കുള്ള കറിയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അല്ലെങ്കിൽ വല്ല സാധാരണ പോലെ നമ്മൾ വല്ല ഒപ്പിക്കൽ പരിപാടിയിലേക്ക് എളുപ്പമുള്ള എന്തിലേക്ക് അങ്ങോട്ട് നിന്നോളും. പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഒട്ടും എന്താ പറയുക ഒന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ നേരം കിട്ടുന്നില്ല കേട്ടോ. നിച്ചുമോള് പോകുന്നത് വരെയാണ് എനിക്ക് തിരക്കുള്ളൂ കേട്ടോ. നിച്ചോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരക്ക് കഴിയും. കാരണം ഓള് പോകുമ്പോഴത്തേക്കാണ് ചായയും കടിയും കറിയും അതേപോലെ ചോറ് ഓക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയോ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കറിയും കൂടെ ആക്കലുണ്ട്. ഓക്ക് സ്കൂളിലേക്ക് അങ്ങനെ കറി കൊണ്ടുപോകണം എന്നില്ല കേട്ടോ. കറി ഓക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഉപ്പേരിയും അതിൻ്റെ കൂടെ ഒരു അച്ചാറോ തുറമാങ്ങയോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഉപ്പേരിയും ചോറും മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ വേറെ അതും ഇല്ലെങ്കിലും ഒരു മുട്ട പൊരിച്ചതും ചോറും ആയാലും ഓക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേഗം കറിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ആക്കൂട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ആ ഒരു അടുപ്പിൻ്റെ അടുത്ത് ആ ഒരു പണിയിലേക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പത്തിരിയാണെന്ന് ഉണ്ടാക്കുന്നത്. പത്തിരിക്കുള്ള പൊടിയൊക്കെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ സാധാരണ ഒരു വാട്ടി കുഴക്കണ ആ ഒരു രീതിയിൽ നല്ലോണം പൊടിയൊക്കെ ഒന്ന് വാട്ടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുഴക്കുമ്പോൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ടാണ് കേട്ടോ കുഴക്കൽ. നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പത്തിരിക്ക് നമ്മളെപ്പോഴും ചൂടോടുകൂടെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഇന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കുഴച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ചൂടോടുകൂടെയൊക്കെ തന്നെയാണ് കുഴച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പറ്റിയെന്ന് അറിയില്ല, ഒരു സാധാരണ ഉള്ള പോലത്തെ ആ ഒരിത് അങ്ങോട്ട് കിട്ടിയില്ല. എന്ന് വിചാരിച്ച് പൊള്ളച്ച് വന്നിട്ടില്ല എന്നൊന്നല്ല കേട്ടോ. ഞമ്മക്ക് തന്നെ ഒരു സ്വയം ഒരു ഇത് തോന്നുമല്ലോ, ഇന്ന് അന്നത്തെ പോലെ ആയില്ല അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ ഒന്ന്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ നമ്മളെ വീഡിയോയിൽ വെറുതെ എന്താ പറയുക ഇല്ലാത്തത് ഭയങ്കര അടിപൊളിയാണ് ടേസ്റ്റാണ് എന്നൊന്നും പറയൂല കേട്ടോ. എന്താണോ ഇവിടെ നടക്കുന്നത് അതുതന്നെയാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുക. വീഡിയോയിൽ വേറെ നമ്മളെ പിന്നെ എന്താ പറയുക ഇതിൽ വേറെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വീഡിയോസ് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് സജ്ജീകരണമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാറുമില്ല. ഒരു സാധാരണക്കാരൻ എൻ്റെ വീഡിയോസ് കാണുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. നമ്മളെ വീഡിയോസ് എന്താണ് എങ്ങനെയാണ് എന്താ ഉണ്ടാവുക എന്നുള്ളത് വരെ അറിയാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് ഇനി 1, 2, 3 ആളുകളായാൽ പോലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അവർ നമ്മൾ മാനിക്കണമല്ലോ. കാരണം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണല്ലോ, അല്ലെങ്കിൽ
നമ്മളെ വീഡിയോസിനോടുള്ള ആരെയും നിർബന്ധിച്ചിട്ടൊന്നല്ല ഒരാളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരിക അല്ലേ. അപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ട് പോകുമ്പോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നതാണല്ലോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം പുതുതായിട്ട് വരുന്ന അവരോടാണ് ഞാൻ താങ്ക്സും കൂടെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. പത്തിരിക്കുള്ള പൊടി ഒന്ന് വാട്ടി കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നിച്ചുവിന് ചോറ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു ചോറ് ഇപ്പം നേരത്തെ വെക്കുന്നതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാത്രിക്കേക്ക് ചോറ് കേടാവുകയെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഇച്ചിരി എങ്ങാനും ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് അത് നാശമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് നമുക്കുള്ള ആ ഒരു ഇതിലേ ചോറ് വെക്കാറുള്ളൂ കേട്ടോ. ഇത് കേടായിട്ട് കളയുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണല്ലേ മനസ്സിന്. നമുക്ക് തന്നെ ഒരു ഇടങ്ങാറ്. ഇക്ക കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കുകയും ചെയ്യും. പക്ഷേ ചീത്ത എന്നുള്ളതല്ല കേട്ടോ, മൊത്തത്തിൽ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നാശമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കളയുമ്പം മനസ്സിന് എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പം ഞാൻ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിച്ചുവിന് ഇന്ന് വഴുതനങ്ങയാണ് കേട്ടോ ഉപ്പേരിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ വേഗം അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നോക്കുമ്പോൾ നമ്മളതിൽ ആകെ ഒന്നോ ചെറിയ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ഒരു രണ്ടെണ്ണം നമ്മൾ അയൽവക്കത്തെ താത്ത തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ട് കേട്ടോ വഴുതനങ്ങ. അപ്പോൾ അവിടുന്ന് തന്നു. അപ്പോൾ അത് എല്ലാം പാടെ ഞാനൊന്ന് എടുത്ത് കൊടുന്നൊരു ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിച്ചുവിന് കൊണ്ടുപോകാൻ വേറെ ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് വേറെ ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. എന്താണോ അന്നത്തെ ദിവസം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് രാവിലെ ഉണ്ടാക്കുക. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡും അത് തന്നെ ആയിരിക്കും. ചോറും ഒരുമിച്ച് തന്നെയാണ് ഞാൻ വെക്കുക. കറി പിന്നെ അതുപോലെ കറിയോ ഉപ്പേരി എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരുമിച്ച് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പം സാധാരണ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കും. ഇത് പിന്നെ കുറച്ച് നേരത്തെ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിച്ചുവിന് കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, വഴുതനങ്ങയൊക്കെ കൊടുന്നിട്ട് അതൊന്ന് അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊരു കിട്ടുന്നൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് ഗ്യാസുമ്മ തന്നെ അങ്ങോട്ട് ആക്കണം. പിന്നെ അപ്പുറത്ത് ഒരടുപ്പിൽ നിന്ന് പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. പത്തിരി വേഗം പ്രസ്സിൽ അപ്പാപ്പം പരത്തുക ചുടുക അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ട് കൈയും കാലൊക്കെ ഇങ്ങനെ യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലേക്ക് കേട്ടോ മറ്റൊരു അതുകൊണ്ട് അമ്മച്ചി ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. വേണമെങ്കിൽ വന്നോളി എന്ന് പറയും കേട്ടോ ഞാൻ. കാരണം എല്ലായിടത്തേക്കും കൂടെ നമുക്ക് ഇങ്ങോട്ട് എത്തണ്ടേ, ഓർക്കൊന്നും ഇങ്ങോട്ട് വന്ന് എടുക്കാൻ പോലും പറ്റാണ്ടായിക്കിട്ടോ. നാഫിമോനും നാച്ചിയൊക്കെയാണ്. നിച്ചു പിന്നെ മദ്രസ ഇട്ട് വന്ന് നോക്ക് ഇരിക്കാനും നിൽക്കാനും നേരമില്ലാത്ത അവസ്ഥയിലാണ് ഓൾ സ്കൂളിലേക്ക് ഓടുക കേട്ടോ. ബസ് പോയാൽ പിന്നെ പോയത് തന്നെയാണ്. അപ്പം ഞാൻ വേഗം ഒരടുപ്പത്തു നിന്ന് പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ വേഗം നിച്ചുവിനുള്ള ഉപ്പേരിയും കൂടെ ആക്കുന്നുണ്ട്. ചോറും ഉപ്പേരി ആയാൽ പിന്നെ കുറച്ചൊരു സമാധാനമാണ് കേട്ടോ. കറി പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്കിയാലും മതി. ഞാൻ പിന്നെ അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഈ രാവിലത്തെ ആ ഒരു അടുപ്പിൻ്റെ അടുത്ത പണീൻ്റെ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരുത്തനെ എണീച്ച് വന്നിട്ടുണ്ട്. അംഗൻവാടി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനാണ് കേട്ടോ ഇപ്പോൾ എന്നോട് തെറ്റിയിരിക്കണേ. എണീച്ച് വന്നപാട് ഞാൻ പറഞ്ഞു വേഗം ചായയൊക്കെ കുടിച്ച് മാറ്റിക്കോ, അംഗൻവാടി കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തെറ്റലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓനിക്കിപ്പോൾ ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തത് കൂടെ ഓനും മിന്നൂസും ആണല്ലോ പോയത്. അനിയൻ്റെ മോളും ഓനും കൂടിയാണല്ലോ അംഗൻവാടി പോവലുണ്ടായത്. അപ്പോൾ ഓളിപ്പോൾ LKG ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓളില്ലാത്തതുകൊണ്ട് ഓനക്ക് പോവാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോകില്ല. പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിച്ചാക്കണമില്ല കേട്ടോ. വെറുതെ കരഞ്ഞ് വിളിച്ചിട്ട് പിന്നെ പോയി കൂട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കൊല്ലം കൂടിയല്ലേ, ഇൻഷാ അള്ളാ അടുത്ത കൊല്ലം നാസിമോനെ LKG ചേർത്താനാവും. അപ്പോൾ പിന്നെ അതുവരെ ഇവിടെ അങ്ങനെ കളിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം പത്തിരി ചുടലും അതിൻ്റെ ഇടയ്ക്ക് നിച്ചുമോക്കുള്ള ചോറും വെള്ളം ഒക്കെ ആക്കി ഓക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ ആ ഒരു കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ ഞാനിപ്പം പറയുന്ന പോലെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ വേഗം പോയി ഓരോ സ്ഥലം വൃത്തിയാക്കും. അല്ലെങ്കിൽ പറ്റുന്നിടത്തോളമുള്ള പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ വേഗം പോയി 2 റൂമും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടക്കുന്ന റൂമും അപ്പുറത്തെ റൂമും. കഴിഞ്ഞ ഏതോ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മളെ പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നുണ്ട്, ഷെഡിനുള്ളിൽ ഒരു റൂമാണോ ഉള്ളത്, കുട്ടികൾ നിലത്താണോ കിടക്കലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല കേട്ടോ, ഇത് ഷെഡാണെന്നുണ്ടെങ്കിലും നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളത് ഷെഡ് എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നിനും നമുക്കിവിടെ ഒരു കുറവുമില്ല. അൽഹംദുലില്ലാ, റബ്ബിനെ സ്തുതിക്കുകയാണ് കേട്ടോ. കാരണം ഇതുപോലും ഇല്ലാത്തവരില്ലേന്ന് ചിന്തിക്കുക നമുക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ
അല്ലാതെ ചിന്തിക്കുമ്പോൾ നമുക്കും വേഗം ഒന്ന് വീടായിരുന്നെങ്കിൽ എന്ന് തോന്നും കേട്ടോ. അപ്പോൾ വീട് പണി തുടങ്ങണം എന്ന് നമ്മളിങ്ങനെ വിചാരിക്കല്ലാണ്ട് അതിമേലേക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി എത്താൻ വേണ്ടിയിട്ട് കഴിയണില്ല കേട്ടോ. എപ്പോഴും പറയുമല്ലോ പടച്ചോന് കണക്കാക്കിയ ആ ഒരു സമയം കൂടെ എത്തേണ്ടി വരൂലേ. അപ്പം ഞാൻ എന്താക്കി വേഗം കുട്ടികളെ നാഫിമോനെയും ഒക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗം പോയി ചായയൊക്കെ കുടിച്ചു. പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേഗം എല്ലായിടത്തും അകത്ത് ഉള്ള ഫുള്ളും ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഞാൻ അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അടിച്ച് വാരി ഞാൻ അടുക്കളേൻ്റെ അവിടെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. 2 അടുക്കളയും അടിച്ച് മുറ്റത്തേക്കാണ് കേട്ടോ, അടുക്കള മുറ്റത്തേക്കാണ് ഞാൻ കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ പ്രതീക്ഷിക്കാണ്ട് എടുക്കുന്ന പണി കഴിഞ്ഞു കേട്ടോ. ഞാൻ നമുക്ക് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എടുത്തതാണ്. പിന്നെ എന്താ പറയുക, വേലി മൊത്തത്തിൽ ചീമക്കൊന്ന എന്നാണ് കേട്ടോ ഞങ്ങളിത് പറയൽ. ചീമക്കൊന്ന മൊത്തത്തിൽ തൂങ്ങിയൊരു കാട് മൂടി ഇരുട്ട് പോലത്തെ ഒരു അവസ്ഥ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നീളമുള്ള ഒരു കത്തി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടല്ല, അത് എനിക്ക് എത്തുമൊന്നുമില്ല. പിന്നെ ആ ഒരു തിണ്ടിൻ്റെ മേലെ കൂടെയൊക്കെ കയറി എത്തുന്നിടത്തോളമൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് കൊത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇനി മൊത്തത്തിൽ നല്ല മഴയും കൂടെ പിടിച്ച് വന്നാൽ പിന്നെ ആ ഭാഗം അങ്ങനത്തെ പണികളോ കാര്യങ്ങളോ ഒട്ടും തന്നെ തിരിഞ്ഞു നോക്കൂലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ചെത്തിപ്പെറുക്കിയും കോരിയും പൊത്തിയൊക്കെ ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബേക്ക് ഭാഗത്തുള്ള വേലി, ഒരു സൈഡിൽ കൂടെയുള്ള വേലിയൊക്കെ ഒന്ന് തൂങ്ങിയതൊക്കെ എനിക്ക് എത്തുന്നിടത്തോളം ഉള്ളതൊക്കെ ഒന്ന് കൊത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാരി കൊണ്ടുവന്ന് പറമ്പിലേക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ ഇനി അവിടെ ഇട്ടിട്ട് ശരിയാവില്ല, അപ്പം ഞാനെല്ലാം പറമ്പിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പറമ്പ് മുറ്റം എന്തായാലും പച്ചപ്പിൽ കിടക്കുകയാണല്ലോ. പിന്നെ ആ ബേക്ക് ഭാഗം മൊത്തം അതൊക്കെ വാരി കൊടുന്നിട്ടു. പിന്നെ ബാക്കി ആ ബേക്ക് ഭാഗം ഒക്കെ മൊത്തത്തിൽ ഞാൻ എല്ലായിടത്തും അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുന്നിലെ മുറ്റാണ് കേട്ടോ ഉള്ളത്. മുന്നിലെ മുറ്റത്ത് പിന്നെ അങ്ങനെ അടിച്ചു വാരാൻ മാത്രമല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫുള്ളും ഈ ഒരു പുല്ലാണ് കേട്ടോ. ഇത് കൈ കൊണ്ട് പറിച്ചാലും കിട്ടൂല, ചെത്തി നമ്മളൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ഞാനതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് അല്ലേ, പച്ചപ്പായിട്ട് കാണുമ്പോൾ. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല മുറ്റാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇതിവിടെ നടക്കൂല. പിന്നെ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായി വലിയ ഫ്ലെക്സോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുന്ന് വിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. ഇനിയിപ്പം അത് എവിടെയെങ്കിലും കിട്ടുമ്പോൾ കൊണ്ടുവന്നിട്ട് ഇടേണ്ടി വരും. അല്ലാതെ ഇപ്പം ചെത്തി നമ്മളൊരു പരിവാവലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ചുറ്റും പുല്ലിൻ്റെ മേലെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് മുറ്റടിച്ച് വാരലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നാസിമോനും അതുപോലെ അനിയൻ്റെ മോനാണ് കേട്ടോ അതും. അപ്പോൾ ഒരു രണ്ടാളും ആണ് അംഗൻവാടി പോവാൻ മടിയുള്ള ആൾക്കാർ കേട്ടോ. മറ്റോനും ഭയങ്കര മടിയാണ്. 2 ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേത് ചെറുത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ പോയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ രണ്ടാൾക്കും നല്ല മടിയാണ് കേട്ടോ. പിന്നെ ഒരു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചങ്ങനെ നടന്നോളും. ദൂരത്തൊന്നും അല്ല കേട്ടോ, നമ്മളിവിടുന്ന് നോക്കിയാൽ കാണുന്ന അപ്പുറത്ത് തന്നെയാണ് അനിയൻ്റെ വീടും തറവാടൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു 3 വീടുകളിൽ നമ്മളെ തറവാട്ടിലും ഇവിടെയും അനിയൻ്റെ വീട്ടിലായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചങ്ങനെ നടന്നോളൂ കേട്ടോ ഓര്. അപ്പോൾ ഓരവിടെ കളിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അടിച്ചു വാരലും തുടക്കൽ, പാത്രം കഴുകൽ, അലക്കലും മാറിയിടലും എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട്. ഇതും പ്രതീക്ഷിക്കാണ്ട് വിചാരിക്കാത്തൊരു പണിയാണ് കേട്ടോ ഇപ്പോൾ ഈ എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ മുറ്റത്ത് ഈ ഒരു വിറക് കൂട്ടിയിട്ടിട്ട് അവിടെ ഇവിടെ ആയി മുറ്റം നിറച്ചു അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ ഇത് വിചാരിക്കണേ, ഇക്കയും കൂടെ ഉള്ളപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഒന്നാമത്തെ ഇങ്ങനത്തെ ഈ പണികൾക്കൊക്കെ മെനക്കെട്ടാൽ ഭയങ്കര ബാക്ക് പെയിനാണ് കേട്ടോ, നടുവേദനയാണ്. ഭയങ്കര നടുവേദനയാണ്. കാര്യം എന്താ പറയുക, ആകെ ഒരു ഇച്ചിരി ഇപ്പോൾ ഇത് എടുത്ത് വെക്കുക എന്നല്ല. പക്ഷേ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന അടിച്ചു വാരുക, തുടക്കുക, നമ്മളെ വീട്ടുജോലികളുണ്ടല്ലോ ആ ഒരു പണികളല്ലാതെ വേറെ ഇങ്ങനത്തെ എക്സ്ട്രാ പണികൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ ഒരാഴ്ചത്തേക്ക് ഞാൻ സൈഡാവും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കലുമില്ല. എന്നാട്ടിത് നമുക്ക് കാണുമ്പോൾ ചെയ്യാണ്ടിരിക്കാനും തോന്നൂലല്ലോ. അപ്പോൾ ഈ ഒരു വെയിലും മഴയും എല്ലാം കൊണ്ട് ഈ ഒരു വിറക് നാശമാവുന്നുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റത്ത് നീളത്തിൽ അങ്ങോട്ട് അടക്കി വെച്ചിട്ടുണ്ട്. ഷെഡിന് ചുറ്റും വെക്കുക എന്ന് വിചാരിച്ചാലൊരു സാധാരണ ഞാൻ എടുക്കുന്ന ഉണങ്ങിയ വിറക് ഷെഡിനോട് ചേർന്നിട്ട് തന്നെയാണുള്ളത്.
ഉള്ളത് നിങ്ങളാ കാണുന്നത്. അപ്പോൾ ഇത് ഇത്രത്തോളം ഉള്ളതൊക്കെ അതിനോട് വെക്കാനൊരു പേടി കിട്ടും. നമ്മൾ ഷെഡും കൂടെയാണ്. അപ്പോൾ വല്ല പാമ്പോ അതോ ഇതോ എഴഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ പോയാൽ കാണൂലല്ലോ. അപ്പോൾ മുറ്റത്ത് എന്തായാലും ഇഷ്ടം പോലെ സ്ഥലവും ഉണ്ടെന്നാൽ പിന്നെ അവിടെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഇതിൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയാണെങ്കിൽ നല്ല മൂടി നിൽക്കുന്നുണ്ടായി. എന്നാലും എൻ്റെ ആ ഒരു വിറകിൻ്റെ പണി കഴിയുന്നത് വരെ പടച്ചോനെ മഴ പെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയി. പടച്ചോൻ എന്തായാലും നമ്മളെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വേഗം അതൊക്കെ തീർത്ത് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ ഞാൻ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് കേട്ടോ. ചോറൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പത്തിരി ഉണ്ടായിട്ടോ. അപ്പോൾ അത് ചായയൊക്കെ കുടിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.